സത്യം പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ബിഗ് ബോസ് എന്ന് പറയുന്നത് 7 അക്ബറിന്റെ ആ സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പരാമർശവും അനുമോൾ ഉന്നയിച്ച പേൻ വിഷയം ഇല്ലായിരുന്നെങ്കിൽ രേണുസുതി എന്നൊരു മത്സരാർത്ഥി ആ ബിഗ് ബോസിൽ ഇല്ല എന്ന് തന്നെ. പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പുള്ളിക്കാരത്തി ഈ പുറത്ത് ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വെച്ചിട്ട് നമ്മളും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത്രയ്ക്ക് വലിയൊരു കണ്ടന്റ് ഒന്നും എന്തായാലും രേണുസുതി കൊടുക്കുന്നില്ല. എന്തിനാ കളിക്കാത്ത ആൾ അതിനകത്ത് നിർത്തി ഇടയ്ക്ക് വെച്ചിട്ട് രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല, എന്റെ മക്കളെ കാണണം. അങ്ങ് പറഞ്ഞു അത് പുള്ളിക്കാരത്തി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. ചേച്ചി, നമ്മളെ മലയാളി പ്രേക്ഷകർ ഏറ്റവും ആവേശത്തോടൊരു കാത്തിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. 9:30 മുതൽ 10:30 മണി വരെ. അതെ, ശനി ഞായർ ദിവസങ്ങളിൽ 9 മണി മുതൽ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ മുന്നിൽ കാണും. അപ്പൊ ഇത്തവണത്തെ സീസൺ അല്പം വൈകി തുടങ്ങിയതോടെ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ വാനോളമായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ പേര് ഇതുപോലെ ബിഗ് ബോസ് സീസൺ അടുത്തത് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് താരങ്ങളുടെ പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞതും വരണമെന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ മരിച്ചുപോയ കൊല്ലം സുധി ചേട്ടന്റെ വൈഫായ രേണു. വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം പറയുന്നു കേട്ടോ. എനിക്ക് പുള്ളിക്കാരത്തി എടുത്ത് പേഴ്സണലി ഒരു വിരോധമില്ല. പക്ഷേ ഈ നമ്മൾ ബിഗ് ബോസ് സീസൺ 7 ആയല്ലേ, ഈ 6 ബിഗ് ബോസ് കണ്ടതിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ 7ാമത്തതും കൂടെ കണ്ടതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ബിഗ് ബോസ് എന്ന് പറയുന്നത് 7. അതിന് മുന്നേ ഉള്ളത് വരെ ഉള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഇത്തിരി അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ അത്യാവശ്യം മാന്യതയുള്ളതായിരുന്നു. ഇത്തവണ വന്നിട്ടുള്ള ഒരെണ്ണം പോലും ഒരു അനുസരണയില്ല. ബിഗ് ബോസ് പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഇതിലെല്ലാം ഉപരി മോഹൻലാൽ ആഴ്ചയ്ക്കാണ് വരുന്നത്. അദ്ദേഹം പറയുന്നതിന് പോലും ഒരു വില പോലും അവിടെ ഉള്ളവർ കൊടുക്കുന്നില്ല. കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടില്ലേ അതിനകത്ത്. ഇതിപ്പോൾ ചേച്ചി രേണുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രേണുസുതി. പുള്ളിക്കാരി വരണം, പുള്ളിക്കാരിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണണം എന്ന് തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ പറഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഇതിനെക്കാട്ടിയും വരേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും എടുത്ത് വീട്ടിൽ അതിൽ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് വേറൊരു ക്യാമറ ആയിട്ടാണ് പറയുന്നത്. അതിലൊരു ഗെയിം തന്നെ ഉണ്ടായിരുന്നു, ഭൂമി കൈയേറ്റം എന്ന് പറഞ്ഞിട്ട്. അത് ആ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം ബിഗ് ബോസിന്റെ അകത്തെ മറ്റൊരു ക്യാമറയായിരുന്നു നമ്മുടെ രേണുസുതി. പറഞ്ഞല്ലോ കൊടി കാത്തു സൂക്ഷിക്കാൻ നിന്ന ഒരാളെ. എന്നിരുന്നാലും ബാക്കി എല്ലാവരും ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു പാർട്ടിസിപ്പേഷൻ എങ്കിലും കാണിക്കും. പുള്ളിക്കകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് അത് രേണുസുതി വന്നത് വേറെ ഒന്നുമല്ല, ഈ ഡെയിലി ഒരു പേയ്മെന്റ് ഇതുണ്ടല്ലോ ഇപ്പം പറയുന്ന നമ്മളാണെങ്കിൽ എല്ലാവരും അതിനൊക്കെ തന്നെ ആയിരിക്കും. ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട്, ഈ പറയുന്ന ഞാൻ പോലും. പക്ഷേ കാശിന് വേണ്ടി, പക്ഷെ എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന കാശിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ? അവിടെ ഒന്നുമില്ലാതെ ആരിലും ഒന്നും ഇല്ലാണ്ട് വെറുതെ തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. ചേച്ചി തലചൊറിയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പല പ്രേക്ഷകരും നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, താഴെ വരുന്ന കമന്റ് നോക്കുമ്പോൾ അക്ബറിന്റെ ആ സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പരാമർശവും അനുമോൾ ഉന്നയിച്ച പേൻ വിഷയം ഇല്ലായിരുന്നെങ്കിൽ രേണുസുതി എന്നൊരു മത്സരാർത്ഥി ആ ബിഗ് ബോസിൽ ഇല്ല എന്ന് തന്നെ പറയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സോഫയിൽ എല്ലാവരും വളഞ്ഞിരിക്കുന്നു, അതിനകത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ പതുങ്ങി പമ്മി ഇരിക്കുന്നതാണ് രേണുസുതി. കണ്ടന്റുകൾ വന്ന് എല്ലാവരും തമ്മിൽ അടി വെക്കുമ്പോഴും അവിടെ ഒന്നും കാണത്തില്ല. ഈ പറയുന്ന ആള് രാത്രി 9:30 ലൈറ്റ് അടയ്ക്കുന്ന മുമ്പേ, അതെ 9:30 ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഉറങ്ങാൻ സീറ്റ് പിടിക്കുന്ന ഒരാളും നമ്മുടെ രേണുസുതി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ നിന്ന് ആദ്യം പുറത്തായ മുൻഷി രഞ്ജിത്തേനെ ഒരു കാര്യം പറഞ്ഞു. പുള്ളിക്കാരി എപ്പോഴും അവർക്ക് റൂമുണ്ടല്ലോ, ആ റൂമിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് സംസാരിച്ചത് സംസാരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക കാര്യമാണ്. ആരെങ്കിലും വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എന്തെങ്കിലും സംസാരിക്കും, അല്ലാതെ വെറുതെ ഒരു കണ്ടന്റും കൊടുക്കും. ഇന്നലെ എന്തോ ഒരു ചെറിയ രീതിയിൽ കണ്ടു, അതായത് കിച്ചൺ ക്യാപ്റ്റൻ രേണു ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ ഒരു ചെറിയ ഒരു ശബ്ദം എവിടെയൊക്കെയോ ഇങ്ങനെ കേട്ടു, ഞാനാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പുള്ളിക്കാരത്തി ഈ പുറത്ത് ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വെച്ചിട്ട് നമ്മളും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത്രയ്ക്ക് വലിയൊരു കണ്ടന്റ് ഒന്നും എന്തായാലും രേണുസുതി കൊടുക്കുന്നില്ല. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേണുവിനെക്കാട്ടി നല്ല കണ്ടന്റ് കൊടുത്തിരുന്ന 2 താരങ്ങളായിരുന്നു. രണ്ടാമത് പുറത്തായി ബിൻസിയും കഴിഞ്ഞ വിറ്റായി പോയ ഷാരിക കെബിയും. എന്തുകൊണ്ടും ഉറപ്പിച്ച് നമുക്കത് 100% പറയാം, രേണുസുതിനെ കാട്ടി നല്ല കണ്ടന്റ് അവർ രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പുറത്തായിട്ടും
ഒരു കണ്ടന്റും കൊടുക്കാത്ത രേണുസുതി അതിനോട് നിൽക്കുന്നതിന് അല്ല, എനിക്ക് തോന്നുന്നത് ഇത് യോജിപ്പ് ഒട്ടും തന്നെയില്ല. ഇത് എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാമോ, പബ്ലിക് ഇനി ഇതൊരു വിഷയമാക്കുമോ, രേണുസുതിയെ മാറ്റിക്കഴിഞ്ഞ വിഷയമാകുമോ? ഒരുപാട് പേര് പക്ഷേ ചേച്ചി രംഗത്തെത്തുന്നുണ്ട്, എന്തിനാ കളിക്കാത്ത ആളെ അതിനകത്ത് നിർത്തുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല, എന്റെ മക്കളെ കാണണം, അങ്ങ് പറഞ്ഞു അത് പുള്ളിക്കാരത്തി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി എന്നുള്ളതാണ്. എല്ലാ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് ഒന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട് പുള്ളിക്കാരി. ഒരു കാര്യമില്ല. അല്ല, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അതുല്യ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേട്ട അറിവാണുള്ളത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരിക്കുമുള്ള ഒരു ക്യാരക്ടർ എത്ര ഒളിപ്പിച്ചു വെച്ചിരുന്നാലും 20-21 ദിവസം അതൊരു കണക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് 1-2 പേര് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്നത് 21 ഡേയ്സ്. അതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരാണോ അത് നമുക്ക് പുറത്ത്. അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പല വ്യക്തികളും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ ഒരു കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിച്ചപ്പം രേണുസുതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ നല്ലവണ്ണം കളിക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രേണു നല്ലവണ്ണം കളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പക്ഷെ കളിച്ചില്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു. കളിക്കാത്ത ഒരു വ്യക്തിയെ അവിടെ നിർത്തി വെറുതെ ഫുഡും കൊടുത്ത് അല്ലെങ്കിൽ പേയ്മെന്റും കൊടുത്ത് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. കളിക്കുന്ന ആൾക്കാരെ വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞ് കേട്ടുന്നുണ്ടല്ലോ. അങ്ങനെ കേട്ട് നിങ്ങൾ ഈ കളിക്കാത്ത ഇപ്പോൾ രേണുസുതി എന്നല്ല, അതിൽ ആരാണെന്നുണ്ടെങ്കിലും കളിക്കാത്ത. അതുപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, പക്ഷെ കാണിക്കുന്നതെല്ലാം മഹാപോക്രിത്തനമാണ്. മോഹൻലാലിൻ്റെ അടുത്താണെങ്കിലും ഒരു എന്ത് പറയുന്ന ഒരു വല്ലാത്തൊരു രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ. പ്രവൃത്തി കത്തി എടുത്ത് വെച്ച് മുടി വെട്ടുക, ആ മുടി കൊണ്ട് അതേ കത്തി കൊണ്ടുവന്ന് സമോസ അരിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ എന്തൊക്കെയാണ് ഇത് സമൂഹം കാണുകയല്ലേ, സമൂഹം കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരെ പുറത്ത് കളഞ്ഞിട്ട് പുതിയ ആൾക്കാരെ നിങ്ങൾ എടുത്ത് കളിക്കാൻ അറിയുന്നുള്ളവരെ നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി വരെ കയറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യേ. ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം, അങ്ങനെ ഒന്നും വിചാരിക്കുക വേണ്ട. കളിക്കാത്ത ആൾക്കാരെ പുറത്ത് പുള്ളിക്കാരത്തേക്ക് പുറത്ത് വന്നാലും ജീവിക്കാനുള്ള വഴിയുണ്ട് അല്ലേ, ഒരുപാട് ഇതുണ്ട്. പിന്നെ കളിച്ചില്ല എന്നാലും രേണുസുതി ആയതുകൊണ്ട് നിൽക്കട്ടെ, അങ്ങനെ ഒരു കൺസിഡറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു സംഭവമായിട്ടാണ്. അതെ, മാത്രം വിന്നർ ആയാൽ മതി. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും ബിഗ് ബോസിന്റെ അടുത്ത വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരേക്കും. ബൈ.